ഇഷ്ടമല്ലേ? ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ബുദ്ധിമാനായ ആട്. ഒരിക്കൽ ഒരാട് വഴിതെറ്റി കാട്ടിലെത്തി. കാടിൻ്റെ പച്ചപ്പ് കണ്ട് ആടിന് വല്ലാതെ കൗതുകം തോന്നി. ഹായ്, എന്തു മഞ്ഞ്! നിറയെ ഇനം പുല്ലുകൾ. പുല്ലും തിന്ന് വയറും നിറഞ്ഞ് തല ഉയർത്തിയപ്പോൾ ആടിൻ്റെ കൊമ്പുകളിൽ നിറയെ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കാണാൻ ശരിക്കും ഒരു ഭൂതം പോലെ തോന്നും. ഹോ, വല്ലാത്ത ക്ഷീണം, ഇവിടെ ഒന്ന് മയങ്ങാം. നാട്ടിലെ ആടാണല്ലോ, താനിരുന്ന ഇടം അത് ഗുഹയാണെന്നറിയുന്നോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. ഇതേതാ ഈ പുതിയ ജന്തു? ഈ ഭീകര രൂപം കണ്ട് സിംഹം ആദ്യം ഒന്ന് പരുങ്ങി. പിന്നെ ഉറക്കെ അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് എൻ്റെ ഗുഹയിൽ? എൻ്റെ ഗുഹയിൽ കയറാൻ ഇത്ര ധൈര്യമുള്ള മറ്റൊരാളോ? ഇത് കേട്ടപ്പോൾ ആട് ശരിക്കും ഒന്ന് പേടിച്ചു. എന്തായാലും മരിക്കും, രണ്ടും കൽപ്പിച്ച് ആടും ശബ്ദമുയർത്തി. അത് ചോദിക്കാൻ നീ ആരാടാ? ഈ ചോദ്യത്തിൽ തന്നെ സിംഹത്തിന്റെ ധൈര്യം മുഴുവൻ ചോർന്നു. ഇവനാള് ചില്ലറക്കാരനല്ല കേട്ടോ. പിന്നെ സിംഹം സകല ശ്വാസവും ഉള്ളിലേക്ക് എടുത്ത് പറഞ്ഞു, ഞാനാണ് കാട്ടിലെ രാജാവായ സിംഹം. എൻ്റെ ഗുഹയാണിത്, വേഗം പുറത്തിറങ്ങ്. ഇത് കേട്ടപ്പോൾ ആട് ചോദിച്ചു, അപ്പോൾ നീയാണല്ലേ സ്വയം രാജാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന സിംഹം? നീ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകളുടെയും രാജാവ്. നിന്നെ തന്നെ ഞാൻ കാത്തിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ സിംഹം പേടിച്ചു തിരിഞ്ഞോടി. ഇതെല്ലാം ഒളിഞ്ഞിരുന്നു കണ്ട ഒരു കുറുക്കൻ സിംഹത്തിൻ്റെ പിന്നാലെ ഓടി. രാജാവേ, നിൽക്ക് നിൽക്ക്, അങ്ങെങ്ങോട്ടാണ് ഇത്ര വേഗത്തിൽ ഓടുന്നത്? നിൽക്കാനൊന്നും നേരമില്ല, ആ ചക്രവർത്തി എൻ്റെ കഥ കടിക്കും. ചക്രവർത്തിയോ? അങ്ങനെ ഒരു ജന്തു എൻ്റെ ഗുഹയിൽ ഇരിപ്പുണ്ട്. ഇനി ഈ കാടിന് രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റൊരു കാട് നോക്കണം. ഹ ഹ ഹ, ഈ സിംഹത്തിന് പിന്നെ തടി മാത്രമേ ഉള്ളൂ, തീരെ ബുദ്ധിയില്ല. കുറുക്കൻ ഉള്ളിൽ ഊറി ചിരിച്ചു. പ്രഭു, അങ്ങേ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്താണെന്നറിയാൻ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. കുറുക്കന് ഗുഹയുടെ മുൻപിൽ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കന് ആളെ പിടികിട്ടി. പിന്നെ സിംഹത്തിൻ്റെ അരികിലോട്ടെത്തി. പ്രഭു, അങ്ങയുടെ ഗുഹയിൽ അതൊരാടാണ്. ആടോ? അതെങ്ങനെ നിനക്കറിയാം? ഹ ഹ ഹ, ഞാൻ എത്ര ആടുകളെയാണ് ഗ്രാമത്തിൽ നിന്ന് മോഷിച്ചിട്ടുള്ളത്. അങ്ങ് വന്നാലും പേടിയാണെങ്കിൽ എൻ്റെ പിറകിൽ ഒളിച്ചോളൂ. കാട്ടിലെ രാജാവായ ഞാൻ ഒരു നിസാര കുറുക്കൻ പിൻപിൽ ഒളിക്കണമെന്നോ? പ്രഭു, നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കേട്ടാം. ആ ജന്തു തിന്നാണെങ്കിൽ തന്നെ ആദ്യം എന്നെ തിന്നോട്ടെ. കുറുക്കനെയും സിംഹത്തെയും ഒരുമിച്ച് ഗുഹയുടെ മുൻപിൽ കണ്ട ആടിന് വെപ്രാളമായി. പക്ഷെ അവരുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ ആടിന് കാര്യം പിടികിട്ടി. ഈ പീറ കുറുക്കൻ്റെ ധൈര്യത്തിലാണ് സിംഹം വന്നിരിക്കുന്നത്, കാണിച്ചു കൊടുക്കാം. ആട് മനസ്സിൽ മന്ത്രിച്ചു. ആടിൻ്റെ സൂത്രമറിഞ്ഞ കുറുക്കൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എപ്പോൾ എത്തി ചക്രവർത്തി? ബുദ്ധിമാനായ ആടും വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരമായി ചങ്ങാതി, ഞാൻ ശരിക്കും ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഒരു രാജാവിനെ തന്നെ കൊണ്ടുവന്നല്ലോ. എന്താ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ആ സിംഹത്തെ ഇങ്ങോട്ട് തള്ളിവിട്, അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇത് കേട്ടപ്പോൾ സിംഹക്കുറുക്കൻ്റെ നേരെ അലറി. എടാ ചതിയാ! പിന്നെ ഒറ്റോട്ടമായിരുന്നു. പാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്ന കുറുക്കൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. കൂട്ടുകാരെ, ആപത്തിന് രക്ഷപ്പെടാൻ ശക്തിയെക്കാട്ടും ബുദ്ധിയാണ് പ്രധാനം. നന്ദി, നമസ്കാരം.